Most welcome to the most wanted. പൊതുപ്രവർത്തന രംഗത്ത് വൃത്തിയും ശുദ്ധിയും പരിപാലിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടുള്ള കുറേയധികം താരതമ്യേന ചെറുപ്പക്കാരായ CPM നേതാക്കന്മാർ സംഘടനാ രംഗത്ത് നിന്ന് നിർജീവമായി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ആണ് ഇപ്പോഴുള്ളത്. അതിന് ദൃഷ്ടാന്തമായി ഒരു 4-5 പേരെ എടുത്ത് പറയാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കൊല്ലത്ത് മാർച്ച് 6 മുതൽ 9 വരെ നടക്കാൻ പോകുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന, പുനർവിചിന്തനം നടത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പ്രായത്തിൻ്റെ മാനദണ്ഡം. രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ റിട്ടയർമെൻറ്റ് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു CPMനുള്ളത്. EMS തന്നെ മരിക്കുന്ന കാലം വരെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അതുപോലെ എത്രയോ പേർ ഈ അടുത്ത കാലത്താണ് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത്. മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പിന്നിലും കൊണ്ടുവന്നവരുടെ മനസ്സിലും ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടായിരുന്നു. EMS തന്നെ പാലക്കാട് സമ്മേളനത്തോടുകൂടി ബുദ്ധിജീവികളായിട്ടുള്ള തൻ്റെ മകൻ E. ശ്രീധരൻ ഉൾപ്പെടെയുള്ള, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള കുറച്ച് ബുദ്ധിജീവികളെ അതിനകത്ത് തിരികെ കയറ്റി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ തൻ്റെ പക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ VS അച്യുതാനന്ദൻ്റെ ചിറക് അരിഞ്ഞ ഒരു വെട്ടിനിരത്തിയ സംഭവം പാലക്കാട് സമ്മേളനത്തിലുണ്ടായി. അതിനുശേഷം പിണറായി വിജയൻ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ് മാനദണ്ഡങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയത്. 2 വർഷം മത്സരിച്ചവർ മത്സരിക്കേണ്ട, അതൊക്കെ പാർലമെൻ്ററി രംഗത്ത് അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ പാർട്ടി രംഗത്ത് 70 വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർ പ്രവർത്തിക്കേണ്ട എന്നുള്ള തീരുമാനം തീർച്ചയായിട്ടും അത് കുറച്ച് പേരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാനദണ്ഡമാണ്. അങ്ങനെയാണ് ഫലത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു ജീവിതമാണ്. അതിലെ സുഖവും ദുഃഖവും അനുഭവിച്ചാണ് പാർട്ടി നേതാക്കന്മാർ അക്കാലം അത്രയും മരണം വരെ കഴിയുന്നത്. അവർക്ക് വിശ്രമം വേണമെന്നുണ്ടെങ്കിൽ സ്വയം ആവശ്യപ്പെട്ട് പ്രായാധിക്യം മൂലം വിശ്രമം ആവശ്യപ്പെടാം. എന്നാൽ നിർബന്ധിതമായ പിരിച്ചുവിടൽ, VRS എടുപ്പിക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന പ്രവർത്തനമല്ല. കാരണം അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ അനുഭവ സമ്പത്ത് കൂടി കൂട്ടിച്ചേർത്താണ് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെടുന്നത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജെയിംസ് മാത്യു, വിദ്യാർത്ഥി രംഗത്ത് ഒരു ശുക്രനക്ഷത്രം പോലെ തിളങ്ങിയ ജെയിംസ് മാത്യു, കണ്ണൂരിലെ ജെയിംസ് മാത്യു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ സ്വയം സന്നദ്ധനായി. അദ്ദേഹം പാർട്ടിക്കകത്ത് വൃത്തിയും ശുദ്ധിയും വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തൻ്റെ മൂല്യബോധം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത അവസരത്തിലാണ് അദ്ദേഹം ഒഴിഞ്ഞത്. ഇപ്പോൾ കണ്ണൂരിൽ ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ, പൊതുജന സേവനത്തിന് ഏതെല്ലാം വേദികൾ, എല്ലാം വേദികൾ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം തിരഞ്ഞെടുത്തു. പാലിയേറ്റീവ് കെയർ സെൻറ്ററിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം സ്വാഭാവികമായും കൊല്ലം ജില്ലയ്ക്കും സംസ്ഥാന തലത്തിലും ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. അതുപോലെ കോട്ടയത്തെ K. സുരേഷ് കുറുപ്പ് ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടുകൂടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം സ്വയം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹവും ഇതുപോലെ ഈ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് പിടുത്തത്തിൽ കക്ഷി ചേരാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവം എത്രയോ തവണ തെളിയിച്ചിട്ടുള്ളതാണ്. വിദ്യാർത്ഥി രംഗത്ത് നിൽക്കുമ്പോൾ കേരള സർവകലാശാല യൂണിയൻ്റെ ആദ്യത്തെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതിനുശേഷം 84-ൽ വളരെ
UDF തരംഗമുണ്ടായിട്ടുകൂടി കോട്ടയത്ത് നിന്ന്, അതും UDFൻ്റെ കുത്തക മണ്ഡലമായ കോട്ടയത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വിജയവും തൻ്റെ ജനപിന്തുണയും തെളിയിച്ചയാളാണ്. അദ്ദേഹത്തെയും നിഷ്കരണം തള്ളിക്കളയുന്ന, അവഗണിക്കുന്ന എത്രയോ നിരന്തരമായ അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് കുറുപ്പും പിന്മാറിയത് എന്നുള്ളതാണ് അനുഭവത്തിൽ കാണുന്നത്. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ UP ജോസഫ് ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം, SFIയുടെ നേതാക്കന്മാരെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ SFI സംഘടനയെ കേരളത്തിൽ ഒരു മേൽവിലാസമുണ്ടാക്കിയ നേതാവാണ് UP ജോസഫ് ഇന്നും സംസ്ഥാന കമ്മിറ്റിയിൽ പോലും എത്തിയിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുടരുകയും നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ നേതാവായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അവിടെ ജില്ലാ സെക്രട്ടറി ആകാനുള്ള സർവ്വ യോഗ്യതയുമുള്ള ആളാണ് UP ജോസഫ്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രൊമോഷൻ അവിടെ കൊടുക്കുന്നില്ല. അദ്ദേഹവും മാനസികമായിട്ട് പിന്നോട്ടടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ ആ ജില്ലയിൽ തന്നെ T. ശശിധരൻ, അദ്ദേഹം VS പിണറായി ഗ്രൂപ്പ് കാലത്ത് VSൻ്റെ ശക്തനായ വക്താവായി നിന്നു എന്നുള്ളതൊഴിച്ചാൽ മറ്റപരാധങ്ങളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ്. ശുദ്ധ കമ്മ്യൂണിസ്റ്റാണ്, വിപ്ലവകാരിയാണ്. ഇപ്പോൾ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ നല്ലവരായിട്ടുള്ള വൃത്തിയും ശുദ്ധിയുമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ട്, കൊല്ലം ജില്ലയിലാണെങ്കിൽ കരിങ്ങന്നൂർ മുരളി കൊല്ലം ജില്ലയിലെ യുവജനങ്ങളുടെ നേതാവായി വളർന്നു വന്ന് ഈ പാർട്ടിയിലൊരു റഫറൻഡം നടത്തിയാൽ കരിങ്ങന്നൂർ മുരളി 1ാം സ്ഥാനത്ത് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കരിങ്ങന്നൂർ മുരളി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇല്ലാതെ, വെറും ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടോയെന്നറിയില്ല, അദ്ദേഹം ഒരു നിർജീവാവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇങ്ങനെ ഓരോ ജില്ലയിലെടുത്താലും ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും പേര് പ്രധാനമായിട്ട് ഞാൻ ദൃഷ്ടാന്തമായി എടുത്ത് കാണിച്ചതാണ്. ഇവരുടെയൊക്കെ പിന്മാറ്റം പുതുതലമുറയ്ക്കും പാർട്ടി സമൂഹത്തിനും നൽകുന്ന സന്ദേശം നല്ലവർക്കാർക്കും ഈ പാർട്ടിയിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഗ്രൂപ്പ് പിടിക്കാത്തവർക്കോ അല്ലെങ്കിൽ സ്വന്തമായ അഭിപ്രായമുള്ളവർക്കോ ഈ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ദുരവസ്ഥയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത സംസ്ഥാന സമ്മേളനം ഈ പാർട്ടിക്കകത്ത് മാനദണ്ഡം എന്നുള്ള വ്യവസ്ഥ എടുത്തു കളയണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. അതുപോലെ ഇതുപോലുള്ള നേതാക്കന്മാരെ ജെയിംസ് മാത്യു, സുരേഷ് കുറുപ്പ്, T. ശശിധരൻ, UP ജോസഫ്, അങ്ങനെ കരിങ്ങന്നൂർ മുരളി, അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാരെ പാർട്ടി രംഗത്തേക്ക് സജീവമായി കൊണ്ടുവരാനുള്ള ഇടപെടലും സംസ്ഥാന സമ്മേളനം നടത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.